പണമില്ല പണമില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും വീഡിയോ കണ്ടപ്പോൾ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ ഗതികേട് എങ്ങനെയെങ്കിലും ഒപ്പിക്കണ്ടേ? അത് സാരമില്ല, കാശെടുക്ക്. നാ. ഇതെന്താ ഗോൾഡോ? എനിക്കിതൊന്നും വേണ്ട. സ്വർണ്ണമല്ല, പിടയ്ക്കുന്ന നോട്ടാ എനിക്ക് വേണ്ടത്. എടാ, എന്റെ ഉള്ളതല്ലേ എനിക്ക് തരാൻ പറ്റൂ. ഇതൊരു 1.5 പവനേ വരൂ. വിറ്റാലും അങ്ങേറ്റം പോയാൽ 1 ലക്ഷം രൂപ കിട്ടും. സാരമില്ല, നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് ഞാനിത് വകവച്ചോളാം. ഓക്കെ, അപ്പോൾ അടുത്ത കുഞ്ഞിനുള്ള 1 ലക്ഷം അതെടുക്ക്. എനിക്കിനൊന്നും തരാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് പെൺഡ്രൈവ് തിരിച്ചതാ. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ നടന്നോണം. ഇങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്ത് ബാർഗെയിൻ ചെയ്യാനായിട്ട്. മര്യാദയ്ക്ക് പെൺഡ്രൈവ് താടാ. ആ പെൺഡ്രൈവേ എന്റെ കയ്യിലില്ല. പെൺഡ്രൈവ് ഇല്ലെന്നോ? ഇവിടെ നീയല്ലേ അതിനകത്ത് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞേ? പെൺഡ്രൈവ് എന്റെ കയ്യിലില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിപ്പോ ആരുടെ കയ്യിലാണെന്നറിയോ നിനക്ക്? ഗൗതമിന്റെയും നിധിയുടെയും കയ്യിൽ. എന്തൊക്കെയാടാ നീ പറയുന്നേ? അതെങ്ങനെ അവരുടെ കയ്യിലെത്തിയേ? ഒന്നും പറയണ്ട. ഞാൻ നിന്നോട് സംസാരിച്ച് ഫോൺ കെട്ടിയതിറങ്ങിയപ്പോൾ ആ ഗൗതം എന്നെ ഓടിച്ചിട്ട് പിടിച്ചെന്നേ. എന്റെ കയ്യിൽ നിന്ന് ഓടുന്നതിനിടയ്ക്ക് പെൺഡ്രൈവ് തറ വീണു. അവരതെടുത്തോണ്ട് പോയി. എന്ത് പണിയോടെ നീ കാണിച്ചത്? നീ എനിക്ക് അയച്ച വീഡിയോ അതിലില്ലേ? അതെങ്ങാനും അവര് കണ്ട എന്റെ ജീവിതം തീർന്നു. തീർന്നു. ഇനി ഞാൻ ഈശ്വരമംഗലത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. എന്റെ ജീവിതം തൊലച്ചില്ലേ? സമാധാനം ആയല്ലോ നിനക്ക്? എന്റെ മുന്നിൽ പോ. ടെൻഷൻ ആവാതെ ശിവാനി. ഗൗതവും നിധിയും കൊണ്ടുപോയി പെൺഡ്രൈവിൽ ഒന്നുമില്ല. എന്താ നീ പേടിച്ചുപോയോ? ഇത്രയ്ക്ക് പേടിയുള്ള നീയാണോ വച്ചിട്ട് പോടാന്നൊക്കെ ഷൗട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്തത്? അങ്ങനെ ചെയ്യുന്ന നിനക്കപ്പോ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി. അതൊരു സാമ്പിൾ. അതാണ് ഇപ്പൊ ഞാൻ നിനക്ക് തന്നത്. നീ കള്ളം പറഞ്ഞിരിക്കുന്നത് ഒരു കുഞ്ഞാണെന്നല്ല, ഇരട്ടക്കുട്ടികളാണെന്നാ. പക്ഷെ സത്യം എനിക്കറിയാം. ഈ ജന്മത്തെ ഇരട്ടക്കുട്ടികൾക്ക് പോയിട്ട് ഒരു കുഞ്ഞിന്റെ പോലും അമ്മയാവില്ലെന്നുള്ള സത്യം. അപ്പൊ പിന്നെ എനിക്ക് ജീവിക്കാൻ ദൈവമായിട്ട് എന്ന മാർഗമല്ലേ ആ വീഡിയോ. അപ്പൊ വിഷയത്തിലേക്ക് വരാം. ബാക്കി 1 ലക്ഷം രൂപ എപ്പോ കൊണ്ട് തരും? എന്റെ ഇനി പൈസയും ഇല്ല, സ്വർണ്ണവും ഇല്ല. ഓ അങ്ങനെയാണോ? പിന്നെ വേറെ വഴിയില്ല ശിവാനി. ആ വീഡിയോ പ്രണവിനെ കാണിച്ചേക്കാം. ദേവി ഇതങ്ങനൊന്നും ചെയ്യല്ലാമല്ലേ. കാല് പിടിക്കാൻ ഞാൻ നിന്റെ മുന്നിൽ തൊഴുതു പറയാ. എന്നെ ഒന്ന് ജീവിക്കാൻ വിടാമല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ. ആ വീഡിയോയ്ക്ക് ഈ സ്വർണത്തിന്റെ വിലയേ ഉള്ളൂ എന്നാണോ ശിവാനി നീ കരുതിയിരിക്കുന്നേ? ആ വീഡിയോ നിന്റെ ജീവിതത്തിന് തുല്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 1 ലക്ഷം രൂപയൊക്കെ വളരെ ചെറുതല്ലേ ശിവാനി? ഞാൻ നിന്റെ കാല് പിടിച്ച് യാചിക്ക. ദേവി ഇതെന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ് അമലെ. എല്ലാം നേരെ ഞാൻ എന്ത് വേണമെങ്കിലും തരാം. പ്ലീസ് അമലെ, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. ഈ 1 ലക്ഷം രൂപയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ശിവാനി. തൽക്കാലം ഞാൻ നിനക്കൊരു സാവകാശം തരാം. തരുന്നത് സാവകാശം മാത്രമാണേ. 1 ലക്ഷം ഉണ്ടാക്കി വെച്ചിട്ട് നീ എന്നെ വിളിക്കണം, ഓക്കെ? അല്ലെങ്കിൽ പൊന്നു മോളെ, ഡോക്ടറുമായിട്ടുള്ള നിന്റെ വീഡിയോ കണ്ട് പ്രണവ് കോരിത്തരിക്കും. പോട്ടെ.